ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും താജ് ബൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള ബോംബെ സാൻഡ്വിച്ചാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിലേക്ക് ഒരു സ്പെഷ്യൽ മസാല കേട്ടോ നമ്മൾ തയ്യാറാക്കണത്. അതിനുവേണ്ടി 3 ടീസ്പൂൺ നല്ല ജീരകം, പെരിഞ്ജീരകം 1 ടീസ്പൂണും, ഒരു 3 കരയാമ്പും, 2 ചെറിയ പീസ് പട്ടയും, 1 ടീസ്പൂൺ കുരുമുളകും. ഇനി നമുക്ക് നേരിയ തീയിലിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. വളരെ തീ കുറച്ച് വെച്ചാൽ മതിയേ. മസാലകൾ ചൂടായിട്ട് വരുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക. എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിൽ അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ ആംചൂർ പൗഡറും 1/2 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം. ഇച്ചിരി തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതിട്ടോ. നല്ല പൗഡർ പോലെ ഒന്നും ആക്കേണ്ട കാര്യമില്ല. ഇനി നമുക്കൊരു ഗ്രീൻ ചട്നി തയ്യാറാക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പച്ചമുളക് ഒരു 3 എണ്ണാട്ടോ എടുത്തേക്കണത്. അത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് തന്നെ ചേർക്കുക. 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു ചെറിയ ഇഞ്ചി കഷ്ണം കേട്ടോ, ചെറുതാക്കി നുറുക്കിയതാണ്. ഒരു പിടി പുതിനയില, ഒരു പിടി തന്നെ മല്ലിയിലയും കൂടെ ചേർക്കുക. 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, ബ്ലാക്ക് സോൾട്ട് 1/2 ടീസ്പൂൺ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ വെള്ളം ഒഴിക്കാം. പക്ഷേ നന്നായിട്ട് തന്നെ അരഞ്ഞിട്ട് വന്നിടുന്ന ചെറുനാരങ്ങ നീരും ഇലകളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ പേരിൽ. അപ്പോൾ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് 3 വലിയ സൈസ് ബ്രെഡില്ല നമ്മുടെ സാൻഡ്വിച്ച് ബ്രെഡ്, അതാണ് കൊടുത്തേക്കണത്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നല്ലതുപോലെ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. ബട്ടർ തേച്ച ബ്രെഡിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് കുറച്ച് ഗ്രീൻ ചട്നി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഉപ്പിട്ട് പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങ് കേട്ടോ. അത് പുഴുങ്ങിയെടുത്തതിന് ശേഷം നമ്മൾ സ്ലൈസ് ചെയ്തെടുത്താൽ മതി. അത് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലപ്പൊടിയില്ലേ, അത് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുക കേട്ടോ. ഈ മസാലപ്പൊടിയാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ്. ബോംബെ സാൻഡ്വിച്ചിൻ്റെ ഈ ഗ്രീൻ ചട്നിയും ഈ മസാലപ്പൊടി. അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഓണിയൻ സ്ലൈസ് വെച്ച് കൊടുക്കുക. വീണ്ടും നമ്മുടെ സ്പെഷ്യൽ മസാല സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അടുത്ത ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നല്ലതുപോലെ ബട്ടർ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഗ്രീൻ ചട്നിയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ആ നമ്മൾ ബട്ടറും മസാലയൊക്കെ തേച്ച സ്ലൈസ് ഉണ്ടല്ലോ, അതൊന്ന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക. വീണ്ടും ബട്ടർ സ്പ്രെഡ് ചെയ്യുക. അതിന് മുകളിലേക്കായിട്ട് വീണ്ടും ഗ്രീൻ ചട്നി, തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് മസാല ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുക. വീണ്ടും നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുക്കുംബറാണ് കേട്ടോ വെച്ച് കൊടുക്കണത്. അതിൻ്റെ മുകളിലേക്കും വീണ്ടും മസാല ഒന്ന് സ്പ്രെഡ് ചെയ്യണേ. കുക്കുംബറിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി അവസാനത്തെ സ്ലൈസ് ബ്രെഡിലും കൂടെ നമുക്ക് ബട്ടറും ഗ്രീൻ ചട്നിയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കമത്തി വെച്ച് കൊടുക്കുക. തവ ചൂടാകുമ്പോൾ നമുക്ക് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലത്തെ തവയിലോ അല്ലെങ്കിൽ സാൻഡ്വിച്ച് മേക്കറില്ലേ അതിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിരിച്ചും മുളച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്താൽ നമ്മുടെ ബോംബെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ട് വരും കേട്ടോ. സാൻഡ്വിച്ച് മേക്കറിലാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ 2 സൈഡിലൊന്ന് ബട്ടറൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചാൽ മതി. ഇതാകുമ്പോൾ തിരിച്ചും മുറച്ചു വിടണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തീ എപ്പോഴും കുറച്ച് വെക്കണേ. നമ്മൾ ബട്ടറിലാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. തീ നമ്മളെപ്പോഴും കുറച്ച് വെക്കണം കേട്ടോ. നേരിയ തീയിൽ ഇതിങ്ങനെ ബട്ടറിൽ കിടന്നിട്ട് ഇങ്ങനെ മൊരിയുമ്പോഴല്ല നല്ലൊരു മണ്ണായിരിക്കുള്ളൂ കേട്ടോ. നല്ല ഗോൾഡൻ കളറാക്കിയിട്ട് നമുക്കിത് മൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റെസിപ്പികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഒരിക്കലെങ്കിലും ഈ സാൻഡ്വിച്ച് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ. ഒരിക്കലും സാൻഡ്വിച്ച് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുതേ. അതിൻ്റെ മൊരിഞ്ഞിരിക്കണം ബട്ടറിലൊക്കെ ഇങ്ങനെ മൊരിയുമ്പോഴൊരു മണമുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവരുടെ അസ്സലാമു അലൈക്കും, ബൈ ബൈ.